മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസികതയ്ക്ക് ആധാരമായത് 1960കളിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത ബഹിരാകാശ മത്സരമാണ്. 1961 സോവിയറ്റ് യൂണിയൻ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ചതോടെ അമേരിക്ക കടുത്ത സമ്മർദ്ദത്തിലായി. അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഈ ദശകം അവസാനിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി സുരക്ഷിതമായി തിരിച്ചെത്തിക്കും. അന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് ഇത് തീർത്തും അസാധ്യമായ ഒന്നായിരുന്നു. എന്നാൽ നാസ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. ഏകദേശം 4 ലക്ഷം എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും തൊഴിലാളികളും രാത്രി പകലാക്കി അധ്വാനിച്ചു. ഇന്നത്തെ മൂല്യമനുസരിച്ച് ഏകദേശം $355 ബില്യൺ ചിലവിട്ടാണ് അപ്പോളോ 11 എന്ന ദൗത്യം യാഥാർത്ഥ്യമാക്കി തീർത്തത്. ഈ ആധുനിക യുഗത്തിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ അന്നത്തെ പരിമിതമായ സാങ്കേതിക വിദ്യയിൽ ഇത്രയും വലിയൊരു ലക്ഷ്യം നേടിയെടുത്തത് അത്ഭുതകരമാണ്. 1969 ജൂലൈ 16 രാവിലെ 9:32 ഫ്ലോറിഡയിലെ കേപ്പ് കെനഡിയിൽ നിന്ന് സാറ്റേൺ 5 എന്ന ഭീമൻ റോക്കറ്റ് കുതിച്ചുയർന്നു. 111 മീറ്റർ ഉയരവും 2.8 മില്യൺ കിലോഗ്രാം ഭാരവുമുള്ള ഈ റോക്കറ്റ് മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റവയായിരുന്നു. ഒന്നാം ഘട്ടമായ S1C വെറും 150 സെക്കൻഡുകൾ കൊണ്ട് പേടകത്തെ 68 കിലോമീറ്റർ ഉയരത്തിലെത്തിച്ചു. ഈ സമയം ഓരോ സെക്കൻഡിലും 15 ടൺ ഇന്ധനമാണ് റോക്കറ്റ് ജ്വലിപ്പിച്ചത്. തുടർന്ന് രണ്ടാം ഘട്ടമായ S2 ജ്വലിക്കുകയും പേടകത്തെ ഏകദേശം 185 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിന് തൊട്ടടുത്തെത്തിക്കുകയും ചെയ്തു. അവസാനമായി മൂന്നാം ഘട്ടമായ S4B ഉപയോഗിച്ച് പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉറപ്പിക്കപ്പെട്ടു. ഇവിടെ വെച്ചാണ് ശാസ്ത്രജ്ഞർ പേടകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നത്. വിക്ഷേപണത്തിന് ശേഷം നേരെ ചന്ദ്രനിലേക്ക് പോകാതെ ഭൂമിയെ ചുറ്റുന്നത് എന്തിനാണെന്ന് പലർക്കും സംശയമുണ്ടാകാം. ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒരു സ്ലിംഗ് ഷോട്ട് പോലെ ഉപയോഗിച്ച് കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ വേഗത കൈവരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഭൂമിയെ 1.5 തവണ വലയം വെച്ച ശേഷം ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന സുപ്രധാന ഘട്ടം ആരംഭിക്കും. മൂന്നാം ഘട്ട എഞ്ചിൻ വീണ്ടും ജ്വലിപ്പിച്ചതോടെ പേടകം മണിക്കൂറിൽ 39,000 കിലോമീറ്റർ വേഗതയിൽ ചന്ദ്രന്റെ പാതയിലേക്ക് കുതിച്ചു. ഈ യാത്രയ്ക്കിടയിൽ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ നടന്നു. കമാൻഡ് മൊഡ്യൂളായ കൊളംബിയ റോക്കറ്റിൽ നിന്ന് വേർപെട്ട് 180 ഡിഗ്രി തിരിഞ്ഞു വന്ന് റോക്കറ്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ലൂണാർ മൊഡ്യൂളായ ഈഗിളുമായി മുഖാമുഖം യോജിച്ചു. ഇതിനെയാണ് ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് ശേഷം റോക്കറ്റിന്റെ അവശിഷ്ട ഭാഗമായ മൂന്നാം ഘട്ടം ഉപേക്ഷിക്കപ്പെട്ടു. അടുത്ത 3 ദിവസത്തോളം നീൽ ആംസ്ട്രോങ്, ബസ് ആൻഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ഈ ചെറിയ പേടകത്തിനുള്ളിൽ ചന്ദ്രനിലേക്ക് സഞ്ചരിച്ചു. ഇന്നത്തെ ഒരു മൊബൈൽ ഫോണിലുള്ള കമ്പ്യൂട്ടർ ശേഷി പോലും അന്ന് അവർക്കുണ്ടായിരുന്നില്ല എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജൂലൈ 19 പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ചന്ദ്രന്റെ പിന്നിൽ വെച്ച് എഞ്ചിൻ ജ്വലിപ്പിച്ചുകൊണ്ടാണ് പേടകത്തിന്റെ വേഗത കുറച്ചത്. ജൂലൈ 20 ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷമെത്തി. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൻഡ്രിനും ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂളിലേക്ക് മാറി കൊളംബിയയിൽ നിന്ന് വേർപെട്ടു. മൈക്കൽ കോളിൻസ് തനിച്ച് കൊളംബിയയിൽ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരുന്നു. ഈഗിൾ താഴേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ പേടകത്തിലെ കമ്പ്യൂട്ടറിൽ 1202 എന്ന അപായ സന്ദേശം തെളിഞ്ഞു. ഇത് കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യാവുന്നതിലും അധികം ഡാറ്റ വരുന്നതുകൊണ്ടായിരുന്നു. കൂടാതെ നിശ്ചയിച്ച ലാൻഡിംഗ് സൈറ്റിൽ വലിയ പാറക്കൂട്ടങ്ങൾ കണ്ട ആംസ്ട്രോങ് ഓട്ടോമാറ്റിക് ലാൻഡിംഗ് ഒഴിവാക്കി മാനുവലായി പേടകം നിയന്ത്രിച്ചു. ഇന്ധനം തീരാൻ വെറും 25 സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ സീ ഓഫ് ട്രാങ്കുലിറ്റിയിൽ ഈഗിൾ സുരക്ഷിതമായി സ്പർശിച്ചു. ലാൻഡിങ്ങിന് ഏകദേശം 6.5 മണിക്കൂർ ശേഷം ഈഗിളിൻ്റെ വാതിൽ തുറന്ന് ആംസ്ട്രോങ് താഴേക്കിറങ്ങി. അങ്ങനെ ജൂലൈ 20 രാത്രി അദ്ദേഹം ചന്ദ്രന്റെ മണ്ണിൽ ആദ്യമായി കാലുകുത്തി. ഉടൻ തന്നെ ബസ് ആൻഡ്രിനും അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. അവർ അവിടെ അമേരിക്കൻ പതാക സ്ഥാപിക്കുകയും ചന്ദ്രനിലെ ഭൂകമ്പങ്ങൾ അളക്കാനുള്ള സിസ്മോമീറ്ററും ഭൂമിയിലേക്കുള്ള ദൂരം കൃത്യമായി അളക്കാനുള്ള ലേസർ റിഫ്ലക്ടറും സ്ഥാപിച്ചു. ഏകദേശം 21.5 കിലോഗ്രാം ഭാരമുള്ള ചന്ദ്രശിലകളും മണ്ണും അവർ ശേഖരിച്ചു. അങ്ങനെ 2.5 മണിക്കൂർ നീണ്ട ഈ ചന്ദ്രയാത്രയ്ക്ക് ശേഷം അവർ തിരികെ പേടകത്തിൽ കയറി.
ഇതേ സമയം മൈക്കൽ കോളിൻസ് ചന്ദ്രന്റെ മറുവശത്ത് ഒറ്റയ്ക്ക് പേടകത്തിൽ വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒറ്റപ്പെട്ട മറ്റൊരു മനുഷ്യൻ അന്നുണ്ടായിരുന്നില്ല. ചന്ദ്രനിൽ 21 മണിക്കൂർ ചിലവഴിച്ച ശേഷം മടക്കയാത്ര ആരംഭിച്ചു. ഈഗിളിന്റെ താഴ്ഭാഗം ചന്ദ്രനിൽ തന്നെ ഉപേക്ഷിച്ച് മുകൾ ഭാഗം മാത്രം വിക്ഷേപണ തറയായി ഉപയോഗിച്ച് ഉയർന്നു. ഭ്രമണപഥത്തിൽ കാത്തുനിന്ന കൊളംബിയയുമായി ഈഗിൾ വിജയകരമായി യോജിച്ചു. ആംസ്ട്രോങ്ങും ആൻഡ്രിനും കൊളംബിയയിലേക്ക് മാറിയ ശേഷം ഈഗിളിനെ ഉപേക്ഷിച്ചു. ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ പേടകം ഭൂമിയെ ചുറ്റുന്നില്ല, പകരം ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് നേരിട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മണിക്കൂറിൽ 40,000 കിലോമീറ്റർ വേഗതയുണ്ടാകും. അന്തരീക്ഷവുമായുള്ള കർഷണം കാരണം പേടകത്തിന് ചുറ്റും 2700 ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെടും. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേക ഹീറ്റ് ഷീൽഡുകൾ സഹായിച്ചു. ഒടുവിൽ പാരച്യൂട്ടുകൾ വിരിഞ്ഞതോടെ വേഗത കുറയുകയും ജൂലൈ 24-ന് പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി പതിക്കുകയും ചെയ്തു. അപ്പോളോ 11 ദൗത്യം വിജയകരമായി പൂർത്തിയായതോടെ മനുഷ്യർ ഭൂമിക്ക് പുറത്തുള്ള ഒരു ലോകം കീഴടക്കി. ഇത് കേവലം ഒരു പര്യവേക്ഷണമല്ല, മറിച്ച് മനുഷ്യന്റെ അദമ്യമായ ഇച്ഛാശക്തിയുടെ വിജയമായിരുന്നു. ഇന്ന് 2026 ഈ സുദിനത്തിൽ ചന്ദ്രനിൽ ഒരു സ്ഥിരതാവളം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് നാം. അപ്പോളോ 11 നൽകിയ പാഠങ്ങളാണ് ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും പോകാൻ നമുക്ക് ധൈര്യം നൽകുന്നത്. ഈ ചരിത്രയാത്ര എന്നും വരും തലമുറയ്ക്ക് പ്രചോദനമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് അറിവ് നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ സ്പേസ് വീഡിയോകളുമായി വീണ്ടും കാണാം.